അടിമാലി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതര പരുക്ക്. രാത്രി 10:30യോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞതോടെ 2 വീടുകൾ പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, അങ്ങേയറ്റം ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സുബിനിലേക്ക് എത്താം. ചില സാങ്കേതിക തകരാറുകൾ. അടിമാലി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ പുറത്തെടുക്കാൻ ആയത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിന്നതിനാൽ മറ്റ് കുടുംബങ്ങളെല്ലാം തന്നെ അവിടുന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് ഈ മണ്ണിടിച്ചിലിൽ ഈ കുടുംബം അകപ്പെടുന്നത്. സുബിനിലേക്ക് പോകുന്നു. സുബിൻ, 6.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതര പരിക്കുമുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിന്നിരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളൊക്കെ അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ വീടിനുള്ളിൽ കഴിയുകയും അവിടേക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാലതാമസം നേരിട്ടിരുന്നോ? അതാണോ ഈ മരണത്തിലേക്ക് കലാശിച്ചത്? തീർച്ചയായും രക്ഷാപ്രവർത്തനത്തിൽ ഒരു താമസം നേരിട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത്രത്തോളം മണ്ണ് ഈ ഒരു വീട്ടിലേക്ക് പതിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ അപകടം നടന്ന, അല്ലെങ്കിൽ ബിജുവും ഭാര്യയും കുടുങ്ങിയിരുന്ന വീട്. ഈ മുകൾ ഭാഗത്തായിട്ട് ഏകദേശം മുകൾ ഭാഗത്തായിട്ടാണ് ഈ വീട് ഇരുന്നിരുന്നത്. ഈ മണ്ണിടിച്ചിൽ ഈ വീട് പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയിൽ എത്തുമ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ മണ്ണിടിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു കോൺക്രീറ്റ് ഇടിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ബിജുവും ഭാര്യ സന്ധ്യയും കുടുങ്ങിക്കിടന്നിരുന്നത്. അതിനുശേഷം ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യം, അതായത് ഏകദേശം 6.5 മണിക്കൂറുകളോളം നീണ്ട ഒരു ദൗത്യത്തിനിടയിലാണ് ഇതിനുള്ളിൽ നിന്നും ബിജുവിനെയും ഭാര്യയെയും പുറത്തെടുക്കാനായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 10:30യോടുകൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇവിടെ നിന്നും ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിന്നതിനെ തുടർന്ന് ഇവിടെ നിന്നുള്ള ഏകദേശം 20-ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇതിൽ ബിജുവും കുടുംബവും ബന്ധുവീട്ടിലേക്കാണ് മാറിയിരുന്നത്. ഇന്നലെ 9 മണിയോടുകൂടിയാണ് അവർ ഇവിടെ ഈ ഒരു വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. ചില രേഖകൾ എടുക്കുന്നതിനായി ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ തുടരുകയായിരുന്നു. ഈ സമയത്താണ് ഈ മുകൾ ഭാഗത്ത് നിന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും ഈ വീട് പൂർണ്ണമായും ഇടിഞ്ഞു താഴുകയും ഇവർ ഇതിനുള്ളിൽ അകപ്പെടുകയും ചെയ്തത്. ഇതിനുശേഷം ഈ ആദ്യഘട്ടത്തിൽ ഈ സന്ധ്യ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായതറിഞ്ഞ് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾ ഓടിയെത്തുകയും ഇതിനുള്ളിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. ഈ സമയത്താണ് വീടിനുള്ളിൽ നിന്ന് സന്ധ്യ അകത്താളുണ്ട് എന്നുള്ള ഒരു പ്രതികരണം നൽകുന്നത്. ഇതിനുശേഷമാണ് അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ പ്രധാനമായും ഈ വീട് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ഈ വീടിനുള്ളിലേക്ക് പൂർണ്ണമായും മണ്ണ് കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ വളരെ ദുഷ്കരമായിരുന്നു. പ്രധാനമായും ഈ വെളിച്ചത്തിന്റെ അഭാവമെല്ലാം തന്നെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതായത് ഈ മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ അഭാവമെല്ലാം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചത്. ഇതിനുശേഷം ഈ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർത്ത് ഇതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ കോൺക്രീറ്റ് പാളികൾ തകർന്നു കിടന്നത് കൊണ്ട് ഇവരുടെ ശരീരത്തിലേക്ക് ഈ കോൺക്രീറ്റ് പാളികൾ തകർന്ന് വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് പാളികൾ ഉയർത്തിയെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ
കോൺക്രീറ്റ് പാളികൾ ഉയർത്തുന്നതിന് വേണ്ടി പ്രത്യേക ജാക്കികൾ കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തി ഇവരെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. എന്നാൽ ഈ കുടുങ്ങിക്കിടന്നിരുന്ന ബിജുവിൻ്റെയും അതുപോലെ തന്നെ സന്ധ്യയുടെയും ദേഹത്തേക്ക് ഈ വീടിനുള്ളിലുണ്ടായിരുന്ന വസ്തുക്കളും അതുപോലെ തന്നെ കട്ടകളും എല്ലാം തന്നെ പതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബീം ഉൾപ്പെടെ മാറ്റിയെങ്കിൽ മാത്രമേ ഇവരെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇവരുടെ ശരീരത്തേക്ക് ഈ ബീം പതിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ വലിയ കട്ടറുകൾ ഉപയോഗിച്ച് ഇവരെ കട്ട് ചെയ്ത് ഇവരെ പുറത്തെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു എന്നതുകൊണ്ടാണ് അത് വീണ്ടും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് NDRF സംഘം ഏകദേശം 12 മണിയോടുകൂടി എത്തുന്നു. ഈ ചെറിയ ചുറ്റിക ഉപയോഗിച്ച് ഈ ബീം സാവധാനത്തിൽ തകർത്താണ് ആദ്യം ഏകദേശം 3 മണിയോടുകൂടി 2:30 ഈ സന്ധ്യയെ പുറത്തേക്ക് എടുക്കുന്നത്. സന്ധ്യയുടെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും പരിക്കുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയത്. കാലുകൾ നിരവധി പലതായി ഒടിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം, അരയ്ക്ക് താഴേക്ക് ഗുരുതരമായി പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ രാജഗിരിയിലെ ഒരു രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് നിലവിൽ ഈ ബിജുവിനെ പുറത്തെടുക്കാനായത്. ബിജുവിനെ ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ ഒരു തകർന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ബിജുവിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു. ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭീകരതയാണ്. നമ്മളിപ്പോൾ മുകളിലെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ മുകൾ ഭാഗത്തു നിന്നാണ് ഈ മണ്ണൊന്നാകെ താഴേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും മുകളിൽ ആ മരങ്ങൾ നിൽക്കുന്നതിന് താഴ്ഭാഗത്തായി ഒരു മൺതിട്ട കാണാം. ആ മൺതിട്ടയ്ക്ക് താഴെയായാണ് ദേശീയപാതയുള്ളത്. ആ ദേശീയപാതയ്ക്ക് താഴ്ഭാഗത്താണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്രത്തോളം മണ്ണ് ആ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഭീകരത. അതായത് വലിയ കല്ലുകളും അതുപോലെ തന്നെ മണ്ണും മരങ്ങളും എല്ലാമായാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഒന്നാകെ ഉണ്ടായത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ താഴ്ഭാഗത്തേക്ക് താഴെ കുറേയധികം നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കുറേയധികം ആളുകൾ ആ താഴെ നിൽപ്പുണ്ട്. ആ താഴ്ഭാഗത്ത് ഈ ആളുകൾ നിൽക്കുന്നതിന് അടിയിലായി ഏകദേശം 4ഓളം വീടുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നിന്നുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 8ഓളം വീടുകൾ ഈ മേഖലയിൽ ഈ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 7ലധികം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇവിടെയുള്ള ആളുകൾ ഉയർത്തുന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം എന്നുള്ളത് ഈ അടിമാലി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതര പരിക്കുണ്ട്. രാത്രി 10:30യോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞതോടെ 2 വീടുകൾ പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. കനത്ത മഴയെ തുടർന്ന് ഏകദേശം 25ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ബിജുവും സന്ധ്യയും ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായാണ് വീട്ടിലേക്ക് എത്തിയത്. സുബിൻ, ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി 25ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതുകൊണ്ട് അത്ര ഗൗരവതരമായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചേനെ. 25ഓളം കുടുംബങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞിരുന്നു. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായിരുന്നു. ബിജുവും സന്ധ്യയും അവിടെ എത്തിയത് ചില രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ അപകടം അറിഞ്ഞ് തകർന്ന വീടുകളുടെ അടക്കം ഉടമസ്ഥർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? കാരണം ഈ സംഭവത്തിൽ അവിടെ പ്രദേശവാസികളടക്കം ഇതിന്റെ ശബ്ദം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭീകരത എങ്ങനെയാണ് അവർ വിവരിക്കുന്നത്? ശബ്ദത്തോടു കൂടി മണ്ണൊന്നാകെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് സമീപത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഏകദേശം 22ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ കുടുംബങ്ങളെല്ലാം തന്നെ അടിമാലിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസ ക്യാമ്പിലാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. നമ്മൾ ഇതിന് മറുവശത്തായി നിരവധി വീടുകളുണ്ട്. ഈ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നറിഞ്ഞതിനെ തുടർന്ന് ആളുകൾ ഓടിയെത്തുകയായിരുന്നു. ഒരു വലിയ ശബ്ദത്തോടു കൂടി മണ്ണ് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. പ്രധാനമായും അതിനുശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുന്നതും ഈ വീടുകളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് നടക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. നിലവിലിപ്പോൾ ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ഈ പ്രദേശവാസികളായ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള മറ്റ് പൊതുപ്രവർത്തകരും ഇത് കേട്ടെത്തിയ ആളുകളുമാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിന്റെ
ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നിലവിൽ ഇപ്പോൾ ഇന്ന് രാത്രിയിലായിരുന്നത് കൊണ്ട് ഇതിന്റെ തീവ്രത എത്രത്തോളം എന്നുള്ളത് അവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതായത് എത്രത്തോളം മണ്ണ് താഴേക്ക് പതിച്ചിട്ടുണ്ട് നടക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകൾ നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഉൾപ്പെട്ട ആളുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തി ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. അവർ ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിവരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ അവർ കൃത്യമായി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വരുമ്പോൾ തന്നെ ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ വലിയ മരങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ പാറക്കല്ലുകളും എല്ലാം തന്നെ കൂടിക്കിടക്കുകയായിരുന്നു. ഇതിന് മുകളിലൂടെയാണ് ഈ ഒരു ആളുകളായിരിക്കും കുടുങ്ങിക്കിടപ്പുണ്ടോ, വീടുകൾ എത്രയെണ്ണം പോയി നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതിനിടയിലാണ് ബിജുവും സന്ധ്യയും കുടുങ്ങിക്കിടക്കുന്ന കാര്യം അറിയുന്നത്. ഇതിനുശേഷമാണ് ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് അവർ കടക്കുന്നത്. ഇതിന്റെ ഒരു വ്യാപ്തി, അതായത് എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ഒരു കൃത്യമായ പരിശോധന നടക്കേണ്ടതായുണ്ട്. ഇവിടെ എത്രത്തോളം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വീടുകൾ ഉണ്ടായിരുന്നു നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. ഈ മറ്റു ആളുകൾ, അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കിയ ആളുകൾ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ഇവിടേക്ക് എത്തും, അവരുടെ വീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സമയത്ത് അവരുടെ പ്രതികരണങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. സുബിൻ, അതോടൊപ്പം ഈ വലിയ കോൺക്രീറ്റ് പാളികൾ ക്കിടയിൽപ്പെട്ടതുകൊണ്ടാണ് ബിജുവിനെയും സന്ധ്യയെയും പുറത്തെത്തിക്കാൻ വൈകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഏകദേശം 50 അടിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യവും. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി തന്നെയായിരുന്നു ഇവരെ പുറത്തെടുക്കേണ്ടത് എന്നുള്ളത്. വലിയ രീതിയിൽ ഉള്ള മൺകൂനയും അതോടൊപ്പം ഈ വീട് ഇടിഞ്ഞ് കോൺക്രീറ്റ് പാളികൾക്കിടയിലേക്ക് ഇവർ കുടുങ്ങിപ്പോയതുമാണ് ഇത്തരത്തിൽ ബിജുവിൻ്റെ ഒരു മരണത്തിലേക്കും സന്ധ്യയ്ക്ക് ഗുരുതരാവസ്ഥയിലുള്ള സാഹചര്യത്തിലേക്കും ഒക്കെ നയിച്ചത് അല്ലേ? അത്തരത്തിൽ തന്നെയാണ് ഈ വീട് പൂർണ്ണമായും ഇടിഞ്ഞ് താണു പോകുന്ന ഒരു സാഹചര്യം. അതായത് ഈ കോൺക്രീറ്റ് ചെയ്ത വീടാണ്. ഈ കോൺക്രീറ്റ് ഒന്നാകെ ഇടിഞ്ഞു പോകുന്നു, വീടിനുള്ളിലേക്ക് മണ്ണ് ഇടിച്ചു കയറുന്നു. ഈ പിൻഭാഗത്തായി വീടിന്റെ പിൻഭാഗത്തായി ഉണ്ടായിരുന്ന കട്ടയും മറ്റുമെല്ലാം തന്നെ ഈ അടർന്ന് ഈ മുറികൾക്കുള്ളിലേക്ക് പതിക്കുകയും ഇവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് പതിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇവർ ഈ ഒരു വീടിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ തകർന്ന കോൺക്രീറ്റ് കട്ടകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് ബീമുമെല്ലാം ഇവരുടെ ശരീരത്തിലേക്കാണ് പതിച്ചത്. നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഇതിനുള്ളിൽ കയറിയ ആളുകൾ രക്ഷാപ്രവർത്തകർ പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സന്ധ്യയുടെ അരയ്ക്ക് താഴേക്കും ബിജുവിന്റെ അരയ്ക്ക് മുകളിലേക്കും ആണ് ഇത്തരത്തിൽ ഈ ഒരു കട്ടകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് ബീമുകളും എല്ലാം തന്നെ പതിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സന്ധ്യയുടെ അരയ്ക്ക് താഴേക്ക് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് പതിച്ചത് കൊണ്ടാണ് സന്ധ്യയ്ക്ക് പുറത്തേക്ക് ആളുകളുമായി സംസാരിക്കാൻ സാധിച്ചത് എന്നുള്ളതും ആണ് അവർ പറയുന്നത്. ഈ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഉണ്ടാക്കിയ ഒരു സാഹചര്യം അത് ഈ കോൺക്രീറ്റ് കട്ടകളും അതുപോലെ തന്നെ ഈ ബീമും എല്ലാം തന്നെ ബിജുവിന്റെ ദേഹത്തേക്കാണ് വന്ന് വീണത്. അതായത് അരയ്ക്ക് മുകളിലേക്ക് തല ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു കോൺക്രീറ്റ് കട്ടകൾക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി പോകുന്ന ഒരു സാഹചര്യവും വരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ബിജുവിന്റെ മരണത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ പോയത്, അല്ലെങ്കിൽ ബിജു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ വ്യക്തികൾ തന്നെ കണ്ടതാണ്. എത്രത്തോളം വലിയ പാറക്കല്ലുകളും അതുപോലെ തന്നെ മൺകൂനയുമാണ് ഈ മേഖലയിൽ ഒന്നാകെ വന്ന് പതിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടതാണ്. അതിൽ ആ ഒരു സമാനമായ അവസ്ഥ ഈ വീടിനുള്ളിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന 22ഓളം കുടുംബങ്ങൾ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, അതായത് ഈ പറയുന്ന 22 കുടുംബങ്ങളും ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. ഓരോ വീട്ടിൽ 5ഉം 6ഉം ആളുകൾ ഉണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. ഇത്തരത്തിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. അത് ഒരു കൃത്യമായ ഒരു ഇടപെടൽ അവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കൃത്യമായ ഇടപെടൽ നടത്തി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികൾ ഒന്നായി എത്തി ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് ആ ഒരു വലിയ ദുരന്തം ഒഴിവായി. പക്ഷേ ആ ഒരു ദുരന്തത്തിൽ
ഒരു കുടുംബം അകപ്പെടുകയും ആ കുടുംബനാഥൻ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ബിജുവിനെ രക്ഷിക്കാൻ കഴിയാതെ പോയത് ഇത്തരത്തിൽ ഇവരുടെ വീടിന്റെ മുകളിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് ഈ കോൺക്രീറ്റ് കട്ടകൾക്കും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളുകൾക്കുമുള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു ബിജുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത്. അതെ, അത് മാത്രമല്ല സുബിൻ, അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് 25ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ കൂടുതൽ ഗൗരവതരമായ ഒരു സമീപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടിയിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ബിജുവും ഭാര്യയും തിരിച്ചു വന്ന് ചില രേഖകൾ എടുക്കുന്നതിനായി വരികയാണ്, അവർ അവിടെ തങ്ങുകയാണ് എന്നൊക്കെ വരുമ്പോൾ ഇത് കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തി എല്ലാവരെയും അവിടെ നിന്നും പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടുന്ന ഒരു ബാധ്യത ജില്ലാ ഭരണകൂടത്തിന് ഇല്ലായിരുന്നോ? ജനപ്രതിനിധികളടക്കം കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ലായിരുന്നു? അല്ലാതെ വെറുതെ ഒരു മഴ മുന്നറിയിപ്പ്, മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഒരു പക്ഷേ ആ പ്രദേശവാസികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാത്തത്? ഇതിൽ പ്രധാനമായും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ഈ ആളുകളോടെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൃത്യമായ അറിയിപ്പ് നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചൊരു കൃത്യമായ അറിയിപ്പ് നൽകിയിരുന്നില്ല. പ്രധാനമായും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രൂക്ഷമായ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടതോടുകൂടിയും ഇതിന് മുകൾ ഭാഗത്തായി വലിയ വിള്ളൽ രൂപപ്പെട്ട് നിൽക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു ഇടപെടൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഉടൻ തന്നെ ഈ വിവിധ ആളുകൾ ചേർന്ന്, അതായത് ഇവിടെ നിന്നുള്ള രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ആളുകൾ എത്തുകയും ഇവരോട് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ ബിജുവും കുടുംബവും ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറി താമസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏകദേശം രാത്രി 9 മണിയോടുകൂടിയാണ് ഇവിടേക്ക് തിരിച്ചെത്തുന്നത്. ചില രേഖകൾ എടുക്കുന്നതിനും അതിനുശേഷം തിരിച്ചു പോകുന്നതിനുമായാണ് ഇവർ ഈ വീട്ടിലേക്ക് തിരികെ എത്തിയത്. ഈ സമയത്താണ് മണ്ണിടിച്ചിലുണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഈ കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ ഒരു നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഇവിടേക്ക് ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നിരീക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അവരെ തിരിച്ചുവിടാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബിജുവിന്റെ മരണം ഒഴിവാക്കാനാകുമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിർദ്ദേശമോ ഇവിടേക്ക് തിരികെ മടങ്ങി വരരുത് എന്നുള്ള നിർദ്ദേശമോ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി നൽകേണ്ടിയിരുന്നത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിരുന്നു. ഇവരെ മാറ്റുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഇവിടേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനും അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത പരിശോധിക്കുന്നതിനും എല്ലാമുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രധാനമായും പറയുന്നത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ദേശീയപാത കരാറുകാരന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പരാതികൾ കൃത്യമായി തന്നെ പരിശോധിച്ചിരുന്നുവെങ്കിൽ ജില്ലാ ഭരണകൂടവും ഇത് നിരീക്ഷണം നടത്തേണ്ട ആളുകളും ഇത് പരിശോധിച്ചിരുന്നുവെങ്കിൽ കൃത്യമായി ഈ ഒരു അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ സുബിൻ, അതോടൊപ്പം നമുക്ക് അവിടെ നിന്നും ജനപ്രതിനിധികളുടെ ആരുടെയെങ്കിലും പ്രതികരണം ലഭിക്കുന്നുണ്ടോ? എന്താണ് അവർ ഈ കാര്യത്തിൽ പറയുന്നത്? കാരണം ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. 6ഓളം വീടുകൾ തകർന്നിട്ടുണ്ട്, 2 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു നാശനഷ്ട കണക്ക് ഒക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുടെയൊക്കെ ഒരു പ്രതികരണം സുബിന് ലഭ്യമാകുന്നുണ്ടോ? പ്രതികരണങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഈ മേഖലയിൽ കൂടുതലായി പരിശോധനകൾ നടത്തേണ്ടതായുണ്ട്. പ്രധാനമായും എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തേണ്ടതായുണ്ട്. അതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, റവന്യൂ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിൽ പരിശോധന നടത്താൻ അല്പസമയത്തിനകം തന്നെ ഏതാനും മണിക്കൂറുകൾ തന്നെ ഇവിടെ എത്തുകയും എന്താണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത്, എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രധാനമായും 4ലധികം വീടുകൾ പൂർണ്ണമായും ഈ മണ്ണിന് അടിയിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ
പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിലപ്പെട്ട രേഖകളെല്ലാം തന്നെ ഇതിനുള്ളിൽ അകപ്പെട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ ആളുകൾ എത്തിയെങ്കിൽ മാത്രമേ, അതായത് ഇവിടെ താമസിക്കുന്ന ആളുകൾ, ഈ ക്യാമ്പുകളിൽ നിന്ന് ഉൾപ്പെടെ മാറി താമസിക്കുന്ന ആളുകൾ എത്തിയെങ്കിൽ മാത്രമേ ഈ എത്രത്തോളമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, എത്രത്തോളം വീടുകൾ കൂടുതലായി ഏതെങ്കിലും നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വീടുകൾ ഇതിനുള്ളിലേക്കുള്ളിൽ പോയിട്ടുണ്ടോ നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാവൂ. അതിൽ കൃത്യമായ ഒരു പരിശോധന അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു നഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ജനപ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നാശനഷ്ടം, അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? വ്യാപ്തി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 8 വീടുകളോളം പോയി. 8 വീടുകൾ മാത്രമല്ല, ഈ കാണുന്ന ഈ 42ഓളം, ഈ ഉന്നതിയിലെ 42ഓളം വീടുകൾ, ഈ വീടുകളിൽ ആൾക്കാരുടെ ഉപകരണങ്ങൾ, 50 വർഷം 20 വർഷമായി പണിതുണ്ടാക്കിയ സാധനങ്ങൾ, അവരുടെ അധ്വാനങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവരെ എങ്ങനെ വാസിയോഗം എവിടെ താമസിക്കുന്ന ആശങ്കയിലാണ് നമുക്ക്. കാരണം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഈ വീട്ടിൽ ഇപ്പൊ തന്നെ ഈ മണ്ണ് ഇടിഞ്ഞ് ഒരു മഴ പെയ്താൽ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മഴ വന്നാൽ ഈ മണ്ണ് കൂടുതൽ വ്യാപ്തിയിൽ ഇടിഞ്ഞു പോകും. ടൗണിന്റെ ഏതാണ്ട് സെൻട്രൽ അങ്ങ് ഭാഗത്തേക്ക് ഈ മണ്ണുകളെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നിലവിൽ ഏകദേശം എത്രത്തോളം വീടുകൾ മണ്ണിനടിയിലായി? 8 വീടുകളോളം മണ്ണിനടിയിലായി, പൂർണ്ണമായി മണ്ണിനടിയിൽ പോയിട്ടുണ്ട്. ഭാഗികമായി 2 വീടുകൾ മാറി, അങ്ങനെ മൊത്തം 8 വീടുകളോളം ഇവിടെ പോയിട്ടുണ്ട്. വീടുകളിലെ ഉടമകള് അവരെല്ലാവരും ക്യാമ്പിൽ, ഈ ബീച്ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാമ്പിൽ ഇന്നലെ 5:30 മാറ്റിയതുകൊണ്ടാണ് നമുക്ക് അത്രയും, ഇല്ലെങ്കിൽ നമുക്ക് ഇനിയും വലിയ ദുരന്തം കാണേണ്ടി വന്നത്. ഈ ക്യാമ്പുകളിലുള്ള ആളുകൾ ഇവിടേക്ക് അവർ മടങ്ങിയില്ല, അവർ മടങ്ങി ഒറ്റ വരാൻ സാധിക്കില്ല. കാരണം ഇനി അവരെവിടെ താമസിപ്പിക്കും? ആ ക്യാമ്പിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് ഇനി നടക്കുക. ഗവൺമെന്റുമായി ആലോചിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരിയുമായി ആലോചിച്ച് വേറെ നടപടിയിലേക്ക് പോയാൽ മാത്രമാണ് ഇവിടെ താമസിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഇത്. കാരണം ഇവിടെ എങ്ങനെ താമസിക്കും? ഇനി മണ്ണിടികളുണ്ടാവും. നമുക്ക് ശരിക്കും ആശങ്ക തന്നെയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ, മന്ത്രി എല്ലാവരും ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ 9 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങി. ആ സമയത്ത് എല്ലാ ഉദ്യോഗസ്ഥരും എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ഇന്ന് തന്നെ ഇപ്പൊ മന്ത്രി പറഞ്ഞിട്ട്, സോഷ്യൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, യോഗം കൂടി ഇന്ന് തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടായതാണ്. എന്താ അവർ പണിയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. ഇനി അസാധ്യമായ പണിയാണ് ചെയ്യുന്നത്. അവർക്ക് മണ്ണ്. ശരി സുബിൻ, നമുക്ക് ഈ വാർത്തയിലേക്ക് എത്താം. അതിനു മുൻപ് ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി ലഭിക്കുകയുണ്ടായി. നമുക്ക് അതിലേക്ക് കൂടി പോകാം. ഇത് കണ്ടില്ലേ, അപ്പൊ അതാ ഇവിടെ ഇതിന്റെ ഈ മണ്ണിന്റെ അടിയിൽ വലിയ പാറയുണ്ട്. ഒരാൾ കൂടുതൽ കട്ടിങ് എടുക്കൂല. ഇത് അതേമാതിരി കട്ടിങ് എടുത്തു കഴിയുമ്പോൾ ഈ മഴ പെയ്ത് കഴിയുമ്പം വെള്ളം ഇറങ്ങി ഇതൊന്നും അടിയിൽ പാറയാ, ഇതിന്റെ ഇതങ്ങ് വിടും, എന്നിട്ട് പോരുക. അവരോട് എന്ത് പറഞ്ഞാലും നമ്മളൊന്നും പറഞ്ഞാൽ, ഞാൻ എത്ര പ്രാവശ്യം അവിടെ ഒരു വീടിരിപ്പുണ്ട്, അവർക്കത് ഭീഷണിയാണ്, അത്രയും എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടം വരെ എടുക്കാനുള്ള പിന്നെ പെർമിഷൻ ഉണ്ട്, ഇത് കാണാൻ പാടില്ല, അതിരിക്കണേ. എപ്പം മഴ ഇനി നല്ല ശക്തമായിട്ടുള്ളൊരു മഴ ഉണ്ടായാൽ അതൊക്കെ ഇങ്ങ് പോരും.